6 ഡിസംബർ 2008 ഫ്രാങ്കും ക്രിസ്റ്റീനും വിവാഹിതരായ ദിവസമാണ്. ഒത്തിരി സ്വപ്നങ്ങളുമായി പുതിയ ജീവിതം ആരംഭിച്ച അന്ന് തന്നെ ഫ്രാങ്കിന് വലിയൊരു ആപത്ത് സംഭവിക്കുന്നു. അതേ ദിവസം നീന്തുന്നതിനിടയിൽ ഫ്രാങ്കിന്റെ കഴുത്ത് ഒടിഞ്ഞു പോകുന്നു. ആശുപത്രി കിടക്കയിൽ ആയിരിക്കുമ്പോൾ ഇനി ഒരിക്കലും ഫ്രാങ്കിന് എഴുന്നേറ്റ് നടക്കാനോ മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തം കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാനോ സാധിക്കില്ല എന്ന് ഡോക്ടർ ക്രിസ്റ്റീനോട് പറഞ്ഞു. അതുവരെ ജീവിതത്തെപ്പറ്റി അവർക്കുണ്ടായിരുന്ന പ്രതീക്ഷകളെല്ലാം ആ നിമിഷം വീണുടഞ്ഞു. ഹാഫ് പാരലൈസ്ഡായ തന്റെ ശരീരത്തെ ഓർത്ത് ഫ്രാങ്ക് വളരെയധികം വിഷമിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈ ദമ്പതികളെപ്പറ്റി ടോണി റോബിൻസ് അറിയാനിടയായി. ഫ്രാങ്കിന്റെയും ക്രിസ്റ്റിന്റെയും ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച പല കാര്യങ്ങൾ ടോണി ചെയ്യുകയുണ്ടായി. അവരിൽ നിന്നും തന്നെ അവരുടെ ജീവിതകഥ മനസ്സിലാക്കിയ ടോണി റോബിൻസ് അവരോട് പറഞ്ഞ മറുപടിയാണ് ഇനി ഒന്ന് സ്കൈ ഡൈവിംഗ് ചെയ്തിട്ട് വരാം എന്നത്. ആദ്യം ആ ദമ്പതികൾക്ക് ഇത് കേട്ട് ആശങ്ക തോന്നിയെങ്കിലും ടോണി സീരിയസ് ആയിട്ടാണ് ഇത് പറഞ്ഞതെന്ന് പിന്നീട് അവർക്ക് മനസ്സിലായി. ഫ്രാങ്കിന്റെ ഉള്ളിൽ പഴയ കോൺഫിഡൻസ് ഇപ്പോഴും ഉണ്ട് എന്ന് ക്രിസ്റ്റീന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു ടോണി ഇങ്ങനെ പറഞ്ഞത്. 24 മണിക്കൂറിന് ശേഷം 20,000 അടി മുകളിൽ നിന്നും മറ്റൊരാൾ ഫ്രാങ്കിനെ കൂടെ കൂട്ടി സ്കൈ ഡൈവിംഗ് ചെയ്തു. സ്വന്തമായി വസ്ത്രം മാറാനോ മറ്റൊന്നിനും സാധിക്കാത്ത തന്റെ ഭർത്താവ് സ്കൈ ഡൈവിംഗ് ചെയ്തപ്പോൾ ക്രിസ്റ്റീന് വളരെയധികം സന്തോഷിക്കുകയാണ് ചെയ്തത്. അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമായിരുന്നു ഇത്. ഇതിനുശേഷം ക്രിസ്റ്റീൻ ടോണിയുടെ അടുത്ത ചാലഞ്ചിന് തയ്യാറാവുകയാണ് ഉണ്ടായത്. ഇതിന്റെ ഭാഗമായി ടോണി അടുത്ത 10 ദിവസത്തേക്ക് ഫ്രാങ്കിനെ ക്രിസ്റ്റീന്റെ അടുത്തു നിന്നും മാറ്റി താമസിക്കുകയാണ് ഉണ്ടായത്. 10 ദിവസം കഴിഞ്ഞ് ഫ്രാങ്കിനെ കണ്ടപ്പോൾ ക്രിസ്റ്റീൻ ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത്. വളരെയധികം എനർജറ്റിക്കായി വീൽ ചെയർ ബാസ്കറ്റ്ബോൾ കളിക്കുകയായിരുന്നു ഫ്രാങ്ക്. ഇതും കൂടെ കണ്ടപ്പോൾ മറ്റുള്ളവരെ പോലെ തന്നെ ഫ്രാങ്കിനും വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന വിശ്വാസം ക്രിസ്റ്റീൻ ഉണ്ടാകുന്നു. എന്നാൽ ടോണി റോബിൻസ് ഇവിടെ കൊണ്ട് നിർത്തിയതുമില്ല. ഫ്രാങ്ക് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒന്നായിരുന്നു മരുഭൂമിയിലൂടെ ട്രക്ക് ഓടിക്കുക എന്നത്. അടുത്തതായി ടോണി ഫ്രാങ്കിന് നൽകിയ ചാലഞ്ചും ഇതുതന്നെയായിരുന്നു. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ക്രിസ്റ്റീനും കുടുംബവും സാക്ഷിയായിരിക്കെ ഫ്രാങ്ക് ഇത് ചെയ്ത് കാണിക്കുകയും ചെയ്തു. ക്രിസ്റ്റീൻ ഫ്രാങ്കിനെ ഓർത്ത് വളരെയധികം അഭിമാനിക്കുകയാണ് ഉണ്ടായത്. ഈ 3 ചാലഞ്ചുകൾക്ക് ശേഷം ഫ്രാങ്കിന് തന്റെ ജീവിതമാണ് തിരികെ കിട്ടിയത്. എന്നാൽ ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ് ഫ്രാങ്കിന് ചെയ്യാൻ സാധിച്ചത്? എന്തുകൊണ്ടാണ് ടോണി റോബിൻസ് ഈ 3 കാര്യങ്ങൾ ഫ്രാങ്കിനോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത്? ശരിക്കും ഇത് പ്ലാൻ ചെയ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു. ദ വിന്നർ എഫക്റ്റ് ആണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. 1-2 തവണ വിജയിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഇനി നമ്മൾ വിജയിക്കുമെന്ന ഉറച്ച തോന്നലുണ്ടാകും. അതിലൂടെ ശരിക്കും നമ്മൾ വിജയിക്കുകയും ചെയ്യുന്നു. ഇതിനാണ് ദ വിന്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. വിന്നർ എഫക്റ്റ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം കാണാം. നമ്പർ 1, ഏർലി വിൻസ് ബൂസ്റ്റ് യുവർ ടെസ്റ്റോസ്റ്റെറോൺ. ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിജയങ്ങൾ, ഉദാഹരണത്തിന് പഠനത്തിൽ ഏറ്റവും മികച്ചതാവുക, സ്കൂളിൽ എല്ലാവരുടെയും മുന്നിൽ നിന്ന് പ്രസംഗിക്കുക തുടങ്ങിയവയൊക്കെ ചെയ്യുന്നതിലൂടെ ഒരു ടെസ്റ്റോസ്റ്റെറോൺ ബൂസ്റ്റ് ലഭിക്കുന്നു. അതിലൂടെ പവർ, ഡോമിനൻസ്, കോമ്പറ്റീഷൻ തുടങ്ങിയവ വർദ്ധിക്കുന്നു. ഈ ഹോർമോൺ മെയിൽസിലും ഫീമെയിൽസിലും റിലീസ് ചെയ്യപ്പെടുന്നു. എന്നാൽ മെയിൽസിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നു. വീണ്ടും വീണ്ടും വിജയിക്കുന്നതിലൂടെ നിങ്ങളിൽ വിന്നർ മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നു. നമ്പർ 2, ഡോപ്പമിൻ റിലീസ്. അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ എലികളെ വെച്ച് നടത്തിയ പഠനത്തിലൂടെ കണ്ടെത്തിയതാണ് ഇത്. ഒരു എലിയെ അതിനേക്കാളും ശക്തി കുറഞ്ഞ 3 എലികളുമായി മത്സരിപ്പിക്കുകയുണ്ടായി. സ്വാഭാവികമായും ശക്തനായ എലി വിജയിക്കുകയും ചെയ്തു. എന്നാൽ 4ാമതായി വളരെയധികം ശക്തിയുള്ള മറ്റൊരു എലിയുമായിട്ടാണ് ഈ എലിയെ മത്സരിപ്പിച്ചത്. ഇതിലും അതേ എലി വിജയിക്കുകയും ചെയ്തു. ഈ എലിയുടെ ശരീരത്തിലെ ഹോർമോൺസിന്റെ അളവ് പരിശോധിക്കുകയുണ്ടായി. അതിലൂടെ ഈ എലിയുടെ ശരീരത്തിൽ ഡോപ്പമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ധാരാളം റിലീസ് ചെയ്തതായി കണ്ടെത്തി. അങ്ങനെ ആ എലിയുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റെറോണിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്തു. ഇതുതന്നെയാണ് മനുഷ്യരിലും സംഭവിക്കുന്നത്. ഓരോ കാര്യങ്ങളിലും വിജയിക്കുമ്പോൾ നമ്മുടെ ശരീരം നമുക്ക് നൽകുന്ന റിവാർഡാണ് ഡോപ്പമിൻ. അതിലൂടെ വീണ്ടും വിജയിക്കാനുള്ള ഊർജം ലഭിക്കുകയും ചെയ്യും. നമ്പർ 3, വിന്നിംഗ് ക്രിയേറ്റ്സ് എ പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ്. ചെറിയ ചെറിയ വിജയങ്ങൾ നേടുന്നതിലൂടെ മുന്നോട്ട് വീണ്ടും വിജയിക്കാനുള്ള ഊർജവും മൈൻഡ് സെറ്റും ആളുകളിൽ ഉണ്ടാക്കുന്ന ഒന്നാണ് വിന്നർ എഫക്റ്റ്. നമ്പർ 4, സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് ദ പവർ സീക്കിംഗ് ബിഹേവിയർ. സമൂഹത്തിൽ എപ്പോഴും ഉന്നത നിലകളിൽ എത്താനുള്ള ആഗ്രഹവും അതോടൊപ്പം തന്നെ ശക്തി നേടാനുള്ള ചിന്തയും വിന്നർ എഫക്റ്റ് ലൂപ്പിൽ ജീവിക്കുന്നവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നു. അതിനുള്ള തെളിവാണ് ചില മികച്ച അവാർഡുകൾ വിജയിക്കുന്നവരെയും നോമിനേഷനിൽ വന്നവരെയും തമ്മിൽ താരതമ്യം ചെയ്തുള്ള പഠനങ്ങൾ. ഇതിലൂടെ മനസ്സിലായ കാര്യമാണ് വിജയികൾ പലപ്പോഴും നോമിനേഷനിൽ വന്നവരെക്കാൾ കൂടുതൽ കാലം ജീവിക്കുന്നു എന്നത്. നമ്മൾ വിന്നർ എഫക്റ്റ് എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. എന്നാൽ ലോസർ എഫക്റ്റ് എന്നൊരു കോൺസെപ്റ്റ് കൂടെയുണ്ട്. വീണ്ടും വീണ്ടും തോൽവികൾ നേരിടുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു മൈൻഡ് സെറ്റാണ് ലോസർ എഫക്റ്റ്. കോപ്പർഹെഡ് സ്നേക്കിൽ നടത്തിയ പരീക്ഷണങ്ങളിലൂടെയാണ് ലോസർ എഫക്റ്റിന്റെ തെളിവുകൾ ലഭിച്ചത്. ഏറ്റവും അധികം വിഷമുള്ള പാമ്പിനങ്ങളിൽ ഒന്നാണിത്. ഇതേ പാമ്പിന്റെ വലിപ്പമുള്ള മറ്റൊരു പാമ്പുമായി മത്സരിച്ചപ്പോൾ ഈ പാമ്പ് തോറ്റുപോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇതിനേക്കാളും ശക്തി കുറഞ്ഞ ഒരു ചെറിയ പാമ്പുമായി മത്സരിപ്പിച്ചപ്പോഴും കോപ്പർഹെഡ് സ്നേക്ക് തോറ്റുപോവുകയാണ് ഉണ്ടായത്. ഇവിടെ സംഭവിച്ചത് ലോസർ എഫക്റ്റ് ആണ്.
ലോസർ എഫക്റ്റിൽ ടെസ്റ്റോസ്റ്റെറോൺ, ഡോപ്പമിൻ തുടങ്ങിയ സക്സസ് ഹോർമോൺസ് കുറയുന്നതായതാണ് കാണപ്പെടുന്നത്. അതിലൂടെ തോറ്റുപോകുന്ന വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള മോട്ടിവേഷനും ലഭിക്കുന്നില്ല. ലോസർ എഫക്റ്റിൽ നിന്നും പുറത്തു കടക്കാനായി നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ് വിന്നർ എഫക്റ്റിന്റെ റൂൾസ് ഫോളോ ചെയ്യുക എന്നത്. പ്രധാനമായും 5 റൂൾസ് ആണുള്ളത്. നമ്പർ 1, മേക്ക് സ്മോൾ വിൻസ് കൗണ്ട്. തോൽവികൾ വളരെയധികം നേരിടുകയാണെങ്കിൽ ഏതെങ്കിലും കാര്യം ചെയ്ത് നിങ്ങൾ ഒരു ചെറിയ വിജയമെങ്കിലും സ്വന്തമാക്കുക. ആ വിജയത്തെപ്പറ്റി വീണ്ടും ആലോചിക്കുകയും ഗ്രേറ്റ്ഫുള്ളായി ഫീൽ ചെയ്യുകയും ചെയ്യുക. ഇത് ആവർത്തിക്കുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ഹാപ്പി ഹോർമോൺസ് വർദ്ധിക്കുന്നതാണ്. നിങ്ങൾ വിന്നർ എഫക്റ്റ് ലൂപ്പിൽ എത്തുകയും ചെയ്യുന്നതാണ്. നമ്പർ 2, ആക്ടിവിറ്റീസ് ദാറ്റ് ഇൻക്രീസ് ഡോപ്പമിൻ. സ്പോർട്സ്, ആർട്സ് തുടങ്ങിയ പല കാര്യങ്ങളിലൂടെ നാച്ചുറലായി നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ വർദ്ധിപ്പിക്കാവുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുക. നമ്പർ 3, മോർ റെപ്പറ്റേഷൻസ്. ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അവസാനം അവർ അത് അംഗീകരിക്കുക തന്നെ ചെയ്യും. ഇതുതന്നെയാണ് നമ്മുടെ ശരീരത്തിനും സംഭവിക്കുന്നത്. ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ നമുക്ക് പെർഫെക്ഷനും അതോടൊപ്പം തന്നെ ഹാപ്പി ഹോർമോൺ റിലീസും സംഭവിക്കുന്നു. നമ്പർ 4, ലേൺ ഫ്രം മിസ്റ്റേക്സ്. നമുക്ക് പറ്റിയ തെറ്റുകളിൽ നിന്നും നാം ഗുണപാഠം ഉൾക്കൊണ്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ റഷ് ഉണ്ടാകുന്നു. ഇങ്ങനൊരു ഫീഡ്ബാക്ക് ലൂപ്പ് സൃഷ്ടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വിന്നർ എഫക്റ്റ് ലൂപ്പിലേക്ക് കടക്കാൻ സാധിക്കും. നമ്പർ 5, ലിവ് ഇൻ എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്നതിലൂടെ നമുക്ക് ഇമോഷണൽ പ്രൊട്ടക്ഷനും സോഷ്യൽ ആക്സെപ്റ്റൻസും ലഭിക്കുന്നു. ഇതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ തുടങ്ങിയ കെമിക്കൽ റിലീസ് ചെയ്യപ്പെടുന്നു. ഇത് നിങ്ങളുടെ സക്സസിനെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുമാണ്. അതായത് നമ്മൾ ആരെപ്പോലെ ആകാനാണോ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ജീവിക്കുക എന്നതാണ് ടേക്ക് അവേ പോയിന്റ്.